അവനെ സകലത്തിനും യോഗ്യനാക്കി മാറ്റി. സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടത് യോഹന്നാൻ എഴുതുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ. സ്വർഗത്തിൽ യോഗ്യനായ ഒരുവനെ കുറിച്ച് അവിടെ പറയുന്നേ. സ്തോത്രം. കാരണം ദൈവം, പിതാവാം ദൈവം അവനിൽ പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ആ യോഗ്യത കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. കുഞ്ഞാട് ദൈവപ്രസാദം ലഭിച്ചതിനോടുകൂടി യോഗ്യത മാത്രമല്ല, അതിനോട് ചേർന്ന് എത്ര കാര്യങ്ങളുണ്ടെന്നറിയാമോ? അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും, 1 ശക്തി, ധനവും, 2 ധനം, ജ്ഞാനവും, 3 ജ്ഞാനം, ബലവും, 4 ബലം, 5 ബഹുമാനം, 6 മഹത്വം, 7 സ്തോത്രം. അതിനോട് ചേർന്ന് വരുന്നതാ. ദൈവമക്കളെ, നമുക്കിതെല്ലാം കൈമാറി തന്ന പുത്രന്റെ സ്നേഹത്തെ ഓർത്തൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവപ്രസാദം നാം സമ്പാദിച്ചതല്ല, നമുക്ക് വേണ്ടി യേശു സമ്പാദിച്ചു. ഹല്ലേലൂയ. അതെങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ യേശു വ്യക്തമായിട്ട് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു, വിശദീകരിക്കുന്നില്ല. കൊമ്പ് മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കുന്നത് പോലെ. ഹല്ലേലൂയ. കാരണം എന്താണ്? വേര്, അതിൽ നിന്നാണ് തൈത്തടി സത്ത വലിച്ചെടുക്കുന്നത്. അതിൽ കൂടെയാണ് കമ്പുകൾക്ക് കിട്ടുന്നത്. അത് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങളും കൊമ്പുകളാണ്. സ്വാഭാവിക കൊമ്പുകളെ ഓടിച്ചിട്ട് കാട്ടൊലിവായിരുന്ന എന്നെ നിങ്ങളെ ചേർത്തൊട്ടിച്ചു ആ നാട്ടൊലിവിന്റെ ഫലം കിട്ടുവാൻ. സ്തോത്രം. ദൈവവൈതലേ, ആ പ്രസാദം മറ്റൊന്നിലും കിട്ടത്തില്ല. ഇവനോട് പറ്റിയിരുന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.